ഹായ് ഗൈസ്, അപ്പം ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മള് ക്ലോസറ്റിന്റെ പരിപാടിക്ക് വന്നത്, അതായത് ബാത്റൂമിന്റെ ഫിറ്റിങ്ങിന്റെ പരിപാടി. അപ്പം പലരും ക്ലോസറ്റ് ഒക്കെ സെറ്റ് ചെയ്യും, എല്ലാം സെറ്റ് ചെയ്തിട്ട് പോകും. എല്ലാവരെയും വീട്ടിൽ വരുന്നൊരു കംപ്ലൈന്റ് ആണ് ഭിത്തിയിൽ വെള്ളം പിടിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ രണ്ട് കാരണമുണ്ട്. ഒന്ന്, പൈപ്പ് നേരെ ഒട്ടിക്കാത്തത്. കാര്യം പശ വെച്ച് ഒട്ടിക്കാതെ പോകുമ്പോഴാണ് ഈ ആ ഒരു ഫിറ്റിങ് ഒട്ടിച്ച് മേലത്തെ ഫിറ്റിങ് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പം ആ ഫിറ്റിങ് കറക്റ്റായിട്ട് പശ തേച്ച് ഒട്ടിച്ചില്ലെങ്കിൽ അതുവഴി ഭിത്തി കൂടെ വെള്ളം പിടിച്ച് വെള്ളം എളുപ്പം വരും. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ഇതേപോലെ പ്ലാഞ്ചുകൾ ഇടും. ഈ പ്ലാഞ്ച് ഇടുന്നതിന് മുമ്പായിട്ട് ആണ് ഈ സൈഡ് കേട്ടോ, ഇതിന്റെ ഈ വരുന്ന പോയിന്റിന്റെ അകത്ത് വൈറ്റ് സിമെന്റ് കറക്റ്റായിട്ട് ഫില്ല് ചെയ്യൂല. ഇതിൽ നല്ലോണം ഫില്ല് ചെയ്തിട്ടുണ്ട്. ഫില്ല് ചെയ്തില്ലെങ്കിൽ ഈ വീഴുന്ന വെള്ളം ഇതുവഴി ഭിത്തി പിടിച്ചിട്ട് ഇതങ്ങ് അകത്തോട്ട് പിടിക്കും. ഇത് കുറച്ച് നാൾ കഴിഞ്ഞിട്ടേ ഇത് അറിയാൻ പറ്റുള്ളൂ ഇത് വെള്ളം പിടിക്കുന്നുണ്ടെന്ന്. അപ്പം എപ്പോഴും വൈറ്റ് സിമെന്റ് അല്ലെങ്കിൽ സിമെന്റിന് പകരമായിട്ടുള്ള കാര്യമാണ് വൈറ്റ് സിമെന്റ്. അതുകൊണ്ട് വൈറ്റ് സിമെന്റ് വെച്ചിട്ട് വേണം ഈ ഒരു കാര്യം ചെയ്യാനുള്ള. ചെയ്തില്ലെങ്കിൽ വെള്ളം വന്ന് വീണ് ഇത് നനവ് പിടിച്ചിട്ട് വെളിയിലോട്ട് പോകും, പുറത്തോട്ട് വരും. ഓമുകളായിരിക്കും തൊട്ടടുത്തൊക്കെ വരുന്നത്. അതുകൊണ്ട് എപ്പോഴും വൈറ്റ് സിമെന്റ് വെച്ചിട്ടൊക്കെ ചെയ്യാറുള്ളൂ, അല്ലെങ്കിൽ പണി കിട്ടും. ഓക്കെ, ഈ ഒരു രണ്ട് കാര്യം ശ്രദ്ധിച്ചാൽ ബാത്റൂമിലെ വെള്ളം നനവ് എങ്ങനെ മാറ്റാം, അത്രേ ഉള്ളൂ.